അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില ആളുകൾ ഒരു നുണചിന്ത പരത്താറുണ്ട്. വിഗ്രഹം എന്നൊക്കെ പറയുന്ന പള്ളിയിലിരിക്കുന്ന രൂപങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. വിഗ്രഹം ഒരിക്കലും വെളിയിലല്ല, അത് മനുഷ്യന്റെ ഉള്ളിലായിരിക്കുക. വിഗ്രഹം എന്ന് വിളിച്ചോ, അത് മനുഷ്യന്റെ ഉള്ളിലാണ്. അത് ദൈവത്തിന്റെ സ്ഥാനം തട്ടിയെടുക്കുന്ന ഒന്നാണ്. ദൈവത്തിലേക്ക് നിന്റെ മനസ്സ് ഉയർത്താൻ സമ്മതിക്കാതെ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അതുകൊണ്ട് സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന്റെ പക്കലേക്ക് കൊടുത്ത് നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും: സമ്പത്തല്ല, ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന്. ദൈവത്തിന് ഏത് രീതിയിലും എന്നെ സംരക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ ഇന്ന് നിന്റെ പറമ്പിലെ ആദായം തന്ന് നിന്നെ സംരക്ഷിക്കുന്നു. നാളെ ദൈവം വേറൊരു രീതിയിലായിരിക്കും നിന്നെ സംരക്ഷിക്കുന്നത്. മറ്റൊരു ദിവസം വരുമ്പോൾ ദൈവം വേറെ രീതിയിലായിരിക്കും നിന്നെ സംരക്ഷിക്കുന്നത്. നിന്റെ സംരക്ഷണം ദൈവം നിനക്ക് ഉറപ്പ് തന്നിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ഏത് രീതിയിൽ നിന്നെ സംരക്ഷിക്കണം എന്ന കാര്യം അത് ദൈവമാണ് തീരുമാനിക്കുക. ഏലിയാവ് വലിയ പ്രവാചകനാണ്. അദ്ദേഹം വലിയൊരു പ്രാർത്ഥനാ വീരനാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയെ കേട്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഏലിയാവിന്റെ കാലത്ത് വലിയ വരൾച്ചയുണ്ടായി. നാട്ടിലെങ്ങും പട്ടിണി, മഴയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവ് പ്രവചിച്ചു, ദൈവം പറയാതെ ഈ രാജ്യത്ത് മഴ പെയ്യലെന്ന്. ഹല്ലേലൂയ. അങ്ങനെ നാട്ടിലെങ്ങും പട്ടിണിയും വരൾച്ചയുമായി. പക്ഷെ ഈ വരൾച്ച നാട്ടിലെങ്ങും ഉണ്ടെങ്കിലും ദൈവം ഏലിയാവിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. ഏലിയാവിനെ ദൈവം സംരക്ഷിച്ചു. ദൈവം ആദ്യം ഏലിയാവിനെ സംരക്ഷിച്ചത് കെരീത് തോടിന്റെ തീരത്തുള്ള ഒരു കുടിലില് അവിടെ പോയി താമസിച്ചു കൊള്ളുവാൻ ദൈവം പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ അവിടെ പോയി താമസിച്ചു. പ്രവാചകന് വിശന്നപ്പോഴെല്ലാം ദൈവം കാക്കയുടെ കാലിൽ അപ്പം കൊണ്ടുവന്ന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു കാക്ക ഏലിയാവിന് വിശക്കുന്ന സമയത്ത് കാലിൽ അപ്പവും താങ്ങിക്കൊണ്ട് ഏലിയാവിന് മുമ്പിൽ പറന്നു വന്നു. ദൈവം കൊടുത്തുവിട്ട അപ്പവും ഇറച്ചിയുമായതുകൊണ്ട് നല്ല രുചിയായിരിക്കണം. ഏലിയാവ് അത് കഴിച്ചു. ഹല്ലേലൂയ. ആ തോട്ടിലെ ശുദ്ധമായ ജലം കോരിക്കുടിച്ച് ദാഹവും തീർത്തു. നാട്ടിലെങ്ങും പട്ടിണിയുള്ളപ്പോൾ ഏലിയാവ് നല്ല സുഖമായി. ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഏലിയാവിന് സംഭവിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാല് പിന്നെ വിശക്കാറാകുമ്പോൾ ഏലിയാവ് നോക്കും, ഇന്ന് ഏത് വഴിക്കാണ്, കിഴക്കുന്നതാണോ തെക്കുന്നാണോ കാക്ക വരുന്നത് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അതുപോലെ തന്നെ കാക്ക വരുന്നു, ഭക്ഷണം കൊടുക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം ശ്രദ്ധിച്ചു. അല്ല, ഈ പട്ടിണിയുടെ കാലഘട്ടത്തിൽ
ഞാൻ കാക്കയുടെ കാലിൽ അപ്പം കൊടുത്തു വിടുമ്പോൾ ഇവനിപ്പോ ഏതു നേരം കാക്ക വരുന്നുണ്ടെന്നുള്ള നോട്ടത്തിലാണ്. ഹല്ലേലൂയ. ഇവൻ എന്നെ അല്ല ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. കാക്കയാണല്ലോ ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ താല്പര്യവും ശ്രദ്ധയൊക്കെ കാക്കയുടെ കാര്യത്തിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ അവിടുന്ന് എഴുന്നേൽക്കുക, സറാഫാത്ത് പട്ടണത്തിലേക്ക് പോവുക. ഇനി നിനക്ക് ആഹാരം തരുന്നത് ആ പട്ടണത്തിലെ ഒരു വിധവയായിരിക്കും. അതുകൊണ്ട് നീ അങ്ങോട്ട് പോവുക. ഏലിയാവിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ദൈവം ഒരു മാറ്റം വരുത്തി. ഇത് ദൈവത്തിന് അവകാശപ്പെട്ടൊരു കാര്യമാണ്. നിന്നെ സംരക്ഷിക്കുന്ന രീതിയിൽ ദൈവം മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സംരക്ഷിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരപ്പനും അമ്മയും കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നും മുലപ്പാൽ കൊടുത്തും കൊച്ചിനെ വളർത്തുന്നു. അതിന് കൈയും കാലും ഒക്കെ വളർന്നു കഴിയുമ്പോഴോ അത് തന്നെത്താനെ ആഹാരം വാരിക്കഴിക്കുന്നു. പിന്നീട് കുറെ കഴിയുമ്പോൾ അത് തന്നെ ജീവിതമാർഗം കണ്ടെത്തുന്നു. അങ്ങനെ മാതാക്കന്മാർ വാർദ്ധക്യത്തിലായി. അപ്പോൾ മക്കൾ മാതാപിതാക്കന്മാരെ ഒരു കൊച്ചിനെ പോലെ നോക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പനോ അമ്മയോ ഇതാ തളർന്ന് കട്ടിൽ കിടക്കുന്നു. മക്കൾ തന്നെ ആഹാരം വാരി കൊടുക്കേണ്ടതായി വരുന്നു, അല്ലെങ്കിൽ കോരി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറുപ്പകാലത്ത് ഈ കുഞ്ഞുങ്ങൾ കൊച്ചായിരുന്ന അപ്പനും അമ്മയും കൊടുത്തു. ഇപ്പോൾ ഇവര് അങ്ങോട്ട് കൊടുക്കുന്നവരായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ രീതിയായിട്ട് നമ്മൾ കണക്കാക്കണം. ഇതാ ഈ കുഞ്ഞുങ്ങള് അവരെ മാതാക്കന്മാരെ ഉപയോഗിച്ച് ദൈവം സംരക്ഷിച്ചുവെങ്കിൽ ഇപ്പോൾ ദൈവം മാതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് മാതാക്കന്മാരെ സംരക്ഷിക്കുന്നു. ദൈവത്തിന് ഏത് രീതിയിലും നിന്നെ സംരക്ഷിക്കാൻ കഴിയും. സംരക്ഷണം ദൈവം ഉറപ്പ് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ എല്ലാം തടസ്സം സൃഷ്ടിക്കുന്നത് ഉടമസ്ഥാവകാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും അമ്മയും നിന്നെ സംരക്ഷിക്കുമ്പോഴും നീ മനസ്സിലാക്കണം, ഈ അപ്പനും അമ്മയും ദൈവത്തിന് ദാനമാണ്. ദൈവമാണ് അവരെ തന്നത്. ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തിന് നേരെയുള്ള നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും മാറ്റി ഇതാ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്ന ദൈവം, ദൈവത്തിന്റെ ഈ അത്ഭുതകരമായ പരിപാലനയിലേക്ക് നോക്കി, ദൈവത്തിന്റെ മനസ്സിന്റെ വലിപ്പം നോക്കി, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവത്തിന്റെ പരിപാലനയിലേക്ക് നോക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. പല ആളുകൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തൊരു കാര്യം ഇപ്പോൾ കുറച്ചു നാളത്തേക്കുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ദൈവം ഇടപെട്ടില്ലേലും കുറച്ചു നാളത്തേക്ക് ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പോൾ ദൈവത്തെ വലിയ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുള്ളൊരു കാര്യം. ഭൗതികമായ സമ്പത്ത് കൈവശം വരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം കുറയുന്നു. കാരണം കയ്യിലിരിക്കുന്ന കാര്യത്തെ വേണ്ടി ഇനി ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാത്തത് ആശ്രയിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ദൈവാശ്രയത്തിന് എതിരായിട്ടാണോ നമ്മളിൽ പ്രവർത്തിക്കുന്നത്? എങ്കിൽ ലൂക്കാ 12 പ്രസിദ്ധമായ ഒരു ചോദ്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ദൈവം പറയുകയാണ്, ഇതാ ഒരു ധനാഢ്യനായ മനുഷ്യൻ, അവന് ധാരാളം വയലേലകൾ ഉണ്ടായിരുന്നു.
അവനവിടെ കൃഷി ചെയ്തു, അവൻ ആദായമുണ്ടായി. അവൻ ആദായം കളപ്പുരയിൽ ശേഖരിച്ചു. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, അല്ലയോ മനുഷ്യ, തിന്നുക, കുടിക്കുക, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആ വ്യക്തിയോട് പറയുക, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാൽ ഇവയെല്ലാം ആരുടേതായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എടുത്തു മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? നിന്റെ അനുവാദം കൂടാതെ, നിന്നോട് ചോദിക്കാതെ ഏത് സമയത്തും ദൈവത്തിന് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് ഉടമസ്ഥൻ. അതിന് നിന്നോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വലിയ വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അനേകർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കെട്ടഴിച്ചത്. എന്താണ്? ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇത് എൻ്റെ ഇച്ചിരി അധ്വാനവും വേർപ്പുതുള്ളിയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഞാനിത് എൻ്റേതാണെന്ന് ചിന്തിക്കുന്നു. അധ്വാനിക്കാനും ഒക്കെയുള്ള ആരോഗ്യവും കഴിവും ആയുസ്സും ഒക്കെ തന്ന ദൈവമാണ്. ഇതിൽ എന്താണ് എനിക്ക് അവകാശപ്പെടാനുള്ളത്? ഇതെല്ലാം ദൈവത്തിൻ്റെതാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദാനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുക. ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു അൾത്താരയിൽ വെച്ചു കഴിഞ്ഞു. അതിന് ബലിവസ്തുവായി മാറിക്കഴിഞ്ഞു. ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു കഴിഞ്ഞു. ഇനി സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ. അതിന് ബലിയായി ദൈവസന്നിധിയിലേക്ക് ഉയർന്നോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദാനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ എളിമയിലേക്ക് വരും. നമ്മൾ നമ്മുടെ ഒന്നുമില്ലായ്മ കാണും. നമ്മുടെ ഒന്നുമില്ലായ്മ നാം കാണുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആഴപ്പെടും. നീ സമ്പത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയല്ല, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ആരാണ് സംരക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയ സമ്പത്ത് അത് ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടല്ല പ്രവർത്തിക്കുക. അത് സാത്താന്റെ കയ്യിൽ ഒരു ഉപകരണമായി പ്രവർത്തിക്കും. ഈ ദാനം കൊണ്ട് നീ അഹങ്കാരിയായി തീരുന്നു. ഈ ദാനം കൊണ്ട് തന്നെ നീ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഈ ദാനം കൊണ്ട് തന്നെ നീ ദൈവത്തെ പഴി പറയുന്ന വ്യക്തിയായി മാറുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്ന നീ അതേ അകലത്തിൽ തന്നെ സഹോദരങ്ങളിൽ നിന്നും അകലുന്നു. സമ്പത്തിന്റെ പേരിൽ ഒത്തിരി ഒത്തിരി വ്യക്തിബന്ധങ്ങൾ പൊട്ടുന്നു. പരിപാവനമായ ബന്ധങ്ങൾ പോലും പണത്തിന്റെ പേരിൽ പൊട്ടിച്ചിട്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണത്തിന്റെ പേരിൽ ഒരു ബന്ധവും നീ ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല. അത് നീ പൊട്ടിക്കുന്നുവെങ്കിൽ നീ സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്ത് ഉപയോഗിച്ച് സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട്. സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിമയാക്കുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിമയാക്കുന്നു.
എൻ്റെ കയ്യിലാണ് പണം ഇരിക്കുന്നത്, അതുകൊണ്ട് നീ എപ്പോഴും എൻ്റെ അടിമയായി തന്നെ പ്രവർത്തിച്ചു കൊള്ളുക. ഭാര്യ ഭർത്താവിനെ അടിമയാക്കുന്നു, ഭാര്യ ഭർത്താവിനെ അടിമയാക്കുന്നു. മാതാക്കന്മാർ ചിലപ്പോൾ പിള്ളേരെ പോലും ആ പണത്തിന്റെ സ്വാധീനത്തിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവിടെയൊന്നും ബന്ധങ്ങളല്ല വളരുക, സ്നേഹമല്ല വളരുക. അതുകൊണ്ട് ഈ വലിയൊരു തടസ്സത്തെ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു അസ്വസ്ഥതയുണ്ടോ? ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. എൻ്റെ മനസ്സിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ കിടപ്പുണ്ട്. ഇത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയാണോ? എങ്കിൽ അതിന് സാമ്പത്തിക മേഖലയിൽ നിന്നുണ്ടാകുന്ന ഈ അസ്വസ്ഥത ഒരു പൈശാചിക പീഡയാണ്. ആ പീഡയിൽ നിന്ന് നീ മോചനം പ്രാപിക്കണം. അതാണ് വേണ്ടത്. മോചനം പ്രാപിക്കാനുള്ള മാർഗം എന്താണ്? സമ്പത്ത് ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുക. അതെങ്ങനെയാണ്? ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുക. നന്ദി പറയാൻ കാരണം എന്താണ്? ദൈവം നൽകിയ സമ്പത്ത് കൊണ്ട് ഈ നിമിഷം വരെ എനിക്ക് ദൈവം എന്നെ പരിപാലിച്ചു. എൻ്റെ പിടുക്കൊണ്ടല്ല, ദൈവമാണ് എന്നെ പരിപാലിച്ചത്. ഇത്രയും നാൾ ദൈവം എന്നെ പരിപാലിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയും. ഇതാ ഈ ലോകത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന സർവസമ്പത്തിന്റെയും ഉടമസ്ഥനായ ദൈവത്തിന്റെ പക്കലേക്ക് നോക്കി ദൈവത്തിന്റെ വലിപ്പം കണ്ട്, ദൈവത്തിന്റെ മഹത്വം കണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യനിലുള്ള രണ്ട് വികാരങ്ങളാണ്. ഒന്ന് നന്ദിയുടെ വികാരം, രണ്ട് അത്ഭുതത്തിന്റെ വികാരം. അത്ഭുതത്തിന്റെ വികാരം, നന്ദിയുടെ വികാരം, ഇത് രണ്ടും മനുഷ്യനിലുള്ളതാണ്. അത് ജന്മസിദ്ധമായി തന്നെ അവൻ്റെ ഉള്ളിലുണ്ട്, നന്ദിയുടെ വികാരം. മൃഗങ്ങളിൽ പോലും നമ്മൾ നന്ദിയുടെ ഒരു വാസന നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ പട്ടിക്കൊക്കെ ആഹാരം കൊടുത്താൽ പട്ടി വാലാട്ടും, അത് നന്ദി കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പറക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. പിന്നെ എന്നാ കൊച്ചു ചിരിക്കാൻ തുടങ്ങുന്നത്? അമ്മ ഒരു ചിരി അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് തിരിച്ച് കൊച്ചു ചിരിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. നന്ദിയായിട്ടാണ് എല്ലാ ചിരിയും തിരിച്ചു നൽകുന്നത്. അതുകൊണ്ട് സ്വീകരിച്ചതിന് നന്ദിയാണ് നമ്മുടെ പല പ്രവർത്തനങ്ങളും. ഹല്ലേലൂയ. അടിസ്ഥാനപരമായി ഈ നന്ദി നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അത് ജന്മസിദ്ധമായി ദൈവം തന്നിരിക്കുകയാണ്. ആരോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്? ജീവന്റെ തന്നെ നാഥനായ ദൈവത്തോട്. അതുകൊണ്ട് കൃതജ്ഞത എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ഏറ്റവും വലിയ ബലിയാണ്. അതിന് പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായി അതിനെ ബലിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ എഴുതിയ എല്ലാ ലേഖനത്തിലും നന്ദി പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കൃതജ്ഞത, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് 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 പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മനുഷ്യരിലുള്ള മറ്റൊരു വികാരമാണ് അത്ഭുതത്തിന്റെ വികാരം. ഇതാ കൊച്ചുകുട്ടികളെ എന്ത് കണ്ടാലും അവർക്ക് അത്ഭുതമാണ്. മനുഷ്യൻ വളർന്ന് കുറെ കഴിയുമ്പോൾ ഈ അത്ഭുതം എന്ന വികാരമൊക്കെ പയ്യെ അസ്തമിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു അത്ഭുതവും തോന്നാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എങ്കിലും നമ്മളിൽ അതുണ്ട്. ഹല്ലേലൂയ. ഇതാ നീ നോക്കൂ, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം. അത്ഭുതത്തിന് മുമ്പിലെ നമ്മുടെ റെസ്പോൺസ് എന്താണ്? സ്തുതിയുടെ റെസ്പോൺസാണ്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന്റെ വലിപ്പത്തെ ഓർത്ത്, ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അങ്ങനെ നന്ദിയും സ്തുതിയും
അത് നമ്മുടെ ദൈവാരാധനയുടെ ഏതാണ്ട് ആദ്യത്തെ പടികളാണ്. 100-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നന്ദി പറഞ്ഞ് കവാടത്തിലേക്ക് പ്രവേശിക്കുക, സ്തോത്രം പറഞ്ഞ് അങ്കണത്തിലേക്ക് പ്രവേശിക്കുക. നമുക്കറിയാം, ഏതൊന്നിൻ്റെയും അടുക്കലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഗേറ്റാ. ആ ഗേറ്റ് തുറന്നു വേണം നമുക്ക് കയറാനായിട്ട്. ഗേറ്റ് എന്ന് പറയുന്നത് നന്ദി പ്രാർത്ഥനയാണ്. ദൈവസാന്നിധ്യത്തിന്റെ ഗേറ്റ് നന്ദി പ്രാർത്ഥനയാണ്. നന്ദി പറഞ്ഞ് ഗേറ്റ് തുറക്കുന്നു, സ്തോത്രം പറഞ്ഞ് ദൈവസാന്നിധ്യത്തിന്റെ തിരുമുറ്റത്ത് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം അതിന് സൃഷ്ടാവിലേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് മനുഷ്യന്റെ വിളിയാണ്. എല്ലാത്തിനെയും ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സഹോദരങ്ങളെയും നമുക്ക് 2 കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയാം. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖല അത് തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തി സ്തുതിക്കുമ്പോൾ ഇതാ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരവസ്ഥയിലേക്ക് വരികയാണ്. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാം ദൈവം നൽകിയതാണ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരം തകരട്ടെ, സാമ്പത്തിക മേഖലയിലെ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. എല്ലാ അസൂയയും നീങ്ങട്ടെ. സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വൈരാഗ്യവും വെറുപ്പും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഈ നിമിഷം വരെയും ദൈവം നൽകിയ ഭൗതികമായ ദാനങ്ങള് 1000 നന്ദിയും സ്തോത്രവും പറയുന്നു. അത് മുഴുവനും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ.